അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റാൾട്ട് അപ്രോച്ചിനെ കുറിച്ചാണ്. ജസ്റ്റാൾട്ട് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള ഒരു കൂട്ടം സൈക്കോളജിസ്റ്റുകളുടെ ഇടയിൽ രൂപപ്പെട്ടു വന്ന അപ്രോച്ചാണ് ഈ ഒരു ജസ്റ്റാൾട്ട് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ജസ്റ്റാൾട്ട് അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെപ്ഷൻ, സെൻസേഷൻ അതുപോലെയുള്ള കാര്യങ്ങളിൽ തന്നെയാണ്. പെർട്ടിക്കുലർലി ശരിക്കും ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഇമേജ് ഇതൊക്കെ പെർസീവ് ചെയ്യുമ്പോഴത്തേക്ക് അത് മുഴുവനായിട്ട് ഹോളായിട്ട് പെർസീവ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജി മുന്നോട്ട് വെക്കുന്നത്. ജർമ്മൻ സൈക്കോളജിസ്റ്റായിട്ടുള്ള മാക്സ് വെർത്തേമറാണ് ഈ ഒരു ജസ്റ്റാൾട്ട് അപ്രോച്ചിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വെർത്തേമറിനോടൊപ്പം തന്നെ കോഹ്ലർ, കോഫ്ക ഇതുപോലെയുള്ള സൈക്കോളജിസ്റ്റുകളെല്ലാം തന്നെ ഈ ഒരു ജസ്റ്റാൾട്ട് അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്നു. ഒരുപക്ഷെ സ്ട്രക്ചറലിസത്തിന് ശേഷം സെൻസേഷനും പെർസെപ്ഷനും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് വാദിച്ചിരുന്ന ഒരു അപ്രോച്ചാണ് ഈ ഒരു ജസ്റ്റാൾട്ട് അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് അവിടെയുണ്ട്. സ്ട്രക്ചറലിസത്തിൽ അവർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർസെപ്ച്വൽ എക്സ്പീരിയൻസ് പല ബേസിക് എലമെൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഓരോന്നിലുമുള്ള പെർസെപ്ഷൻ ആ ഒരു രീതിയിലാണ്, ആ ഒരു പെർസെപ്ഷനെ ബേസ് ചെയ്തിട്ടാണ്, ഓരോ എലമെൻറ്റിലുമുള്ള പെർസെപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് അവരൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിരുന്നതെങ്കിൽ ജസ്റ്റാൾട്ട് അപ്രോച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പരിപാടി എഫക്റ്റീവ് അല്ല. മറിച്ച് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ മൊത്തമായിട്ട് പെർസീവ് ചെയ്തിട്ട് വേണം അതിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കാനും എന്നുള്ള കാര്യമാണ് ഈ ഒരു ജസ്റ്റാൾട്ട് അപ്രോച്ചിൻ്റെ ബേസിക് ഒരു തീം എന്ന് പറയുന്നത്. അവരുടെ ഒരു മോട്ടോ ഉണ്ട്, ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട് എന്നാണ് പറയുന്നത്. അതായത് ജസ്റ്റ് ഒരു കാര്യത്തെക്കുറിച്ച് മുറിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും അതിനെ മൊത്തമായിട്ട് പഠിക്കുമ്പോഴത്തേക്കാണ് പൂർണ്ണ തോതിൽ, പൂർണ്ണ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയയിലാണ് ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട് എന്ന് പറയുന്ന ആ ഒരു മോട്ടോ അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ജസ്റ്റാൾട്ട് എന്ന് പറയുന്ന ജർമ്മൻ വേർഡിൻ്റെ മീനിങ് അൺഓർഗനൈസ്ഡ് ഹോൾ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മീനിങ് ജസ്റ്റാൾട്ട് എന്ന് പറയുന്ന ജർമ്മൻ വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ശരിക്കും തിങ്കിങ്, ലേണിംഗ്, പെർസെപ്ഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രൈമറി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അതിനെ ഒരു ഹോൾ യൂണിറ്റായിട്ട് വേണം കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ്. അതാണ് സ്ട്രക്ചറലിസവും ജസ്റ്റാൾട്ട്. ഈവൻ സെൻസേഷൻ, പെർസെപ്ഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് സൈക്കോളജി ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് രണ്ടുപേരും പറയുന്നത്. പക്ഷേ സ്ട്രക്ചറലിസമായിട്ട് കമ്പയർ ചെയ്യുമ്പം ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിന് ഉള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രക്ചറലിസം നമ്മുടെ സെൻസറി എക്സ്പീരിയൻസിനെ ബേസിക് യൂണിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ ഓരോന്നിനെയും കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഒരു സെൻസറി എക്സ്പീരിയൻസിനെ മൊത്തമായിട്ട് കൺസിഡർ ചെയ്ത് വേണം പഠിക്കാൻ എന്നാണ് പറയുന്നത്. അതാണ് ഈ രണ്ട് അപ്രോച്ചുകളും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ബയോളജിക്കൽ അപ്രോച്ചിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബയോളജിക്കൽ അപ്രോച്ച് പറയുന്നത് ശരിക്കും ഹ്യൂമൻസിലും അതുപോലെ തന്നെ അനിമൽസിൻ്റെയും ബിഹേവിയറിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ബയോളജിക്കൽ ഈവൻസ് ആണ്. നമ്മുടെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഹോർമോണൽ ആക്ടിവിറ്റീസ്, നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി, ബ്രെയിനിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ബോഡിയിൽ സംഭവിക്കുന്ന വിവിധ വ്യത്യാസങ്ങൾ, ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിൻ്റെയും അതുപോലെ തന്നെ മെൻ്റൽ പ്രോസസ്സിൻ്റെയും ഒക്കെ പിന്നിൽ എന്നാണ് ഈ ബയോളജിക്കൽ അപ്രോച്ച് പറയുന്നത്. അപ്പം അതിനകത്ത് പറയുന്നത് ഇത്രമാത്രം ഇമ്പോർട്ടൻസ്, ഈ ഒരു ബയോളജിക്കൽ ഈവൻസിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ശരിക്കും സൈക്കോളജി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു ബയോളജിക്കൽ പ്രോസസ്സിലാണ്. കാരണം ഒരാളുടെ ബിഹേവിയറിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്, ഒരാളുടെ ബിഹേവിയറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് അയാളുടെ ബയോളജിക്കൽ പ്രോസസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയും എന്നാണ് ബയോളജിക്കൽ അപ്രോച്ച് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ബയോളജിക്കൽ അപ്രോച്ചിന് കൂടുതൽ റിസർച്ച് ചെയ്യുന്നവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ലീപ്പ്, ഇമോഷൻസ്, അഗ്രഷൻ, സെക്ഷൽ ബിഹേവിയർ, ലേണിംഗ്, മെമ്മറി ഇതുപോലെയുള്ള മെക്കാനിസത്തും അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സിലും ഒക്കെ ഈ ഒരു ബയോളജിക്കൽ അപ്രോച്ചിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്.